ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. സോ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഇന്ത്യൻ എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. മുഴുവൻ പാഠങ്ങളും ഇംഗ്ലീഷ് മലയാളം നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട് കേട്ടോ. സോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ലൈക്ക് ഈ വീഡിയോക്ക് തരാം. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ ഫുൾ റിവിഷൻ്റെ വീഡിയോസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെത് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ്ഘടന. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്, കൊളോണിയൽ കാലത്ത്, അതായത് ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ സ്തംഭിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് അന്ന് നിലനിന്നിരുന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അഥവാ അന്ന് നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥകള്. ദെൻ റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം, നികുതി സമ്പ്രദായത്തിലെ വ്യവസ്ഥകൾ, അതായത് എന്താണ് റവന്യൂ കംപ്ലീറ്റ് ആയിട്ടും ജമീന്ദാർസിന് പോകുന്ന രീതിയിൽ ആ ജമീന്ദാരി സിസ്റ്റം. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം, അതായത് എല്ലാവരും ഫുഡ് ക്രോപ്സ് വിട്ടിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയത്. പാർട്ടീഷൻ ഓഫ് എ കൺട്രി, നമ്മുടെ രാജ്യം പാർട്ടീഷൻ ചെയ്തത്. ദെൻ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ കുറവുകൾ. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും അന്ന് ഉപയോഗിക്കില്ലായിരുന്നു, രാസവസ്തുക്കളുടെ അഭാവം. ഈ കാരണങ്ങളൊക്കെ മൂലമാണ് അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആകാൻ, മുരടിക്കാൻ കാരണമായത്. ദെൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടേ ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ടു ചേഞ്ച് ഇന്ത്യ ആസ് ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ഫോർ മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യ ആസ് ആൻ ഇമ്പോർട്ടർ ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കയറ്റിവിടുന്ന ഒരു കയറ്റുമതി മാത്രമുള്ള ഒരു എക്സ്പോർട്ടർ കൺട്രി ആയിട്ട് ഇന്ത്യ മാറ്റാം. അതുപോലെ തന്നെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച് ഫൈനൽ ഗുഡ്സ് ഉണ്ടല്ലോ, അന്തിമ വസ്തുക്കൾ, അത് ഇവിടെ കൊണ്ട് വിറ്റഴിക്കാനുള്ള വിപണിയാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ള ഈ 2 ലക്ഷ്യങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഫോറിൻ ട്രേഡിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ ആണ് ഇന്ത്യയുടെ കംപ്ലീറ്റ് ഫോറിൻ ട്രേഡ്, അന്താരാഷ്ട്ര കച്ചവടങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും നോക്കിക്കൊണ്ടിരുന്നത് ബ്രിട്ടൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എക്സ്പോർട്ടിങ് കൂടി, ഇന്റർനാഷണൽ ട്രേഡ് കൂടി, ഇന്ത്യ വലിയൊരു എക്സ്പോർട്ട് കൺട്രി ആയി. പക്ഷേ അങ്ങനെ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗുണം ഇന്ത്യക്ക് കിട്ടിയില്ല. ഗോൾഡോ സിൽവറോ ഒന്നും, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും ഇങ്ങോട്ടേക്ക് വന്നില്ല. അതെല്ലാം ഈ ബ്രിട്ടീഷുകാർ തന്നെ എടുത്തു. അവരുടെ ആർമീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ മക്കളെ, നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ +2ലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 വിഷയം, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, ഈ 4 വിഷയം കൂടി എടുക്കുന്നവർ ഫുൾ ഇയറിലേക്ക് 5999 രൂപ അടച്ചാൽ മതിയാകും. ഇപ്പോൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏർലി ബേർഡ് ഓഫറാണ്. മാത്രമല്ല സീറ്റ്സ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ തവണ ഒത്തിരി അഡ്മിഷൻസ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്കൊല്ലം നമ്മൾ സീറ്റ്സ് ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ +1 നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലായവരാണ്. അപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ മന്ത്ലി ഫീസ് അടയ്ക്കണം, നിങ്ങൾക്ക് അങ്ങനെ മന്ത്ലി ഫീസ് അടയ്ക്കാം. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. ഫീസ് ഒരുമിച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോറിൻ ട്രേഡ് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഗുണങ്ങളൊന്നും കിട്ടിയില്ല. then അടുത്തത് ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ആണ്. ഇന്ത്യയിലെ ജനസംഖ്യാ സ്ഥിതി എന്താണെന്നുള്ളത് അതും പഠിക്കണം. അതായത് ഓവറോൾ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്, അതായത് സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 16% താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ, ആശുപത്രികൾ, അതൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും വളരെ വലിയ രീതിയിലായിരുന്നു. മരണനിരക്കും ശിശുമരണ നിരക്കും വളരെ കൂടുതലായിരുന്നു. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ വ്യാപകമായ പട്ടിണിയും എക്സ്റ്റെൻസീവ് പോവർട്ടി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അന്നത്തെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ആളുകളും ജോലി ചെയ്തത്. 70 to 75% ആളുകൾ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ. ദെൻ വ്യാവസായിക മേഖല ഇൻഡസ്ട്രിയൽ സെക്ടറിൽ 10%, ദെൻ സർവീസ് മേഖലയിൽ 15 മുതൽ 20% ആളുകളാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ,
ദെൻ അടുത്ത ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന, ഇന്ത്യൻ എക്കോണമി 1950 to 1990. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ ആണ്. 5 ഇയർ പ്ലാനിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഒന്ന് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ GDP കൂട്ടുക എന്നുള്ളതാണ്, വളർച്ച, രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മോഡേണൈസേഷൻ മോഡേൺ ടെക്നോളജി, അതേപോലെ മോഡേൺ ഔട്ട്ലുക്കും ആക്കുക എന്നുള്ളതാണ്. അതായത് സാങ്കേതിക വിദ്യ ഏറ്റവും പുതിയത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യലായിട്ടുള്ള സാമൂഹിക വീക്ഷണത്തിലും എന്തുണ്ടാക്കുക, ഒരു പുതുമ കൊണ്ടുവരാം എന്നുള്ളതാണ്. ദെൻ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, അതായത് മറ്റുള്ള രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ നമുക്ക് വേണ്ട, നമ്മുടെ രാജ്യത്തിന് വേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഈക്വിറ്റി, സമത്വം, പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള ആ അന്തരമൊക്കെ ഒഴിവാക്കി എല്ലാവരും ഒന്നാക്കുക എന്നുള്ളതാണ്. ദെൻ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാനിംഗ് കമ്മീഷൻ 1950 സെറ്റപ്പ് ചെയ്ത് ഇന്ത്യയിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത് 1951. ദെൻ 5 ഇയർ പ്ലാനിൻ്റെ ഇമ്പാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവന്ന 2 മാറ്റങ്ങളാണ് ലാൻഡ് റീഫോംസും ഗ്രീൻ റവല്യൂഷൻ. അതായത് ഭൂപരിഷ്കരണ നിയമങ്ങളും അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്, അതായത് ഇടനിലക്കാർ, ജമീന്ദാർസിനെ ഇല്ലാതാക്കി. ദെൻ അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് അമംഗ് ടില്ലേഴ്സ്, അതായത് ഓരോരുത്തർക്ക് കർഷകർക്കിടയിൽ ഭൂമി വിതരണം ചെയ്തു, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമി എന്നുള്ള രീതിയിൽ വിതരണം ചെയ്തു. ദെൻ സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, അതായത് ഓരോരുത്തർക്കും കൈവശം വെക്കാൻ പറ്റുന്ന കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആൻഡ് ബാക്കിയുള്ള ലാൻഡ് എന്ത് ചെയ്തു, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് ടു ലാൻഡ്ലെസ്, ഭൂമി ഇല്ലാത്ത ആളുകൾക്ക്, ഭൂരഹിതർക്ക് മിച്ച ഭൂമി പുനർവിതരണം ചെയ്തു. അതൊക്കെയാണ് ലാൻഡ് റിഫോംസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അതിന്റെ എഫക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 200 ലക്ഷത്തിലധികം ആളുകൾ, കുടിയാന്മാര് ഭൂമികളുടെ ഉടമകളായിട്ട് മാറി, ടെനൻസ്, ഓണേഴ്സ് ആയിട്ട് മാറി. പക്ഷേ ഈ റിഫോംസ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടായി, എതിർപ്പുകൾ, തടസ്സം നേരിട്ടു. പിന്നെ വലിയ ലാൻഡ് ലോഡ്സ് ഒക്കെ എന്ത് ചെയ്തു, ഇതിനെ കോടതിയിൽ വെല്ലുവിളിച്ചു നിയമത്തിനെ. പിന്നെ ആളുകൾ എന്ത് ചെയ്തു, ലാൻഡ് ലോഡ്സ്, ഭൂവുടമകൾ എന്ത് ചെയ്തു, അവരുടെ റിലേറ്റീവ്സിന്റെ പേരിലേക്കൊക്കെ ഈ ഭൂമി എഴുതി വെച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. ദെൻ അതിലെ തന്നെ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ 5 ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് വന്നിട്ടുന്ന രണ്ടാമത്തെ ഒരു മാറ്റമാണ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഹരിത വിപ്ലവം, അതായത് പുതിയ രീതിയിലുള്ള കാർഷിക തന്ത്രങ്ങൾ, അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കൃഷിയിലൊരു മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇത് 2 ഫേസസ്, 2 ഘട്ടമായിട്ടാണ് നടത്തിയത്. ആദ്യത്തെ ഘട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ 1965 to 1975 അത് വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലും ഫ്യൂ സ്റ്റേറ്റ്സിലും കുറച്ച് ക്രോപ്സിലും മാത്രമായിട്ട്, വിളകളിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. അതുകൊണ്ട് മെയിനായിട്ട് വീറ്റിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിനെ വീറ്റ് റവല്യൂഷൻ അഥവാ ഗോതമ്പ് വിപ്ലവം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടം 1975 to 85 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ ക്രോപ്സിലേക്കും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചു. ഗ്രീൻ റവല്യൂഷന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എക്സാമിന് ചോദിച്ചേക്കാം. ഒന്ന്, യൂസ് ഓഫ് ഹൈ വീൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. ദെൻ മോഡേൺ ടെക്നോളജീസ് ആയിട്ടുള്ള ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ് പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ദെൻ ഇറിഗേഷൻ, ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, കാർഷിക വിപണന സൗകര്യങ്ങൾ. പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഘടകങ്ങളായിട്ടുണ്ടായിരുന്നത്. ദെൻ ഗ്രീൻ റവല്യൂഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അതിലൂടെ ഇന്ത്യ ബിക്കേം സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഫുഡ് പ്രൊഡക്ഷനിൽ, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇൻക്രീസ്ഡ് മാർക്കറ്റ് സർപ്ലസ്, അതായത് വിപണിയിൽ വിറ്റഴിക്കാവുന്ന തരത്തിൽ മിച്ചം വർദ്ധിപ്പിച്ചു, അധികം സർപ്ലസ് ഒത്തിരി വന്നു. ദെൻ റെഡ്യൂസ്ഡ് ഇമ്പോർട്ട്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറച്ചു. ദെൻ റെഡ്യൂസ്ഡ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻ, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറച്ചു. ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് കരുതൽ ശേഖരം, ഇത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള ആ ഒരു സ്റ്റോക്ക് ഇൻക്രീസ് ആയി. സ്റ്റാർട്ടഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം, റേഷൻ കടകളിലൂടെയൊക്കെ ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിൻ്റെ പോരായ്മകൾ, ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്? പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ഡിസ്പാരിറ്റി ഇത് കൂട്ടുകയാണ് ചെയ്തത്. അതായത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഹൈ യീൽഡിംഗ് വെറൈറ്റി ക്രോപ്സ് എന്ന് പറയുന്നത് വേർ പ്രോൺ ടു അറ്റാക്ക് ഫ്രം ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്, അതായത് കീടങ്ങളിൽ നിന്ന് ആക്രമണം നേരിട്ടു. ഇതിന് രോഗപ്രതിരോധ ശേഷി കുറവായിരുന്നു. പിന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീൻ കോസ്റ്റ്, അൺഎംപ്ലോയ്മെന്റ്,
യന്ത്രത്തിന്റെ വർദ്ധിച്ച ഉപയോഗം തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. അതുപോലെ തന്നെ ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് പോയിസൺ ദ സോയിൽ. ഉയർന്ന അളവിലുള്ള രാസവളങ്ങളും കീടനാശിനികളും മണ്ണിനെ വിഷലിപ്തമാക്കി. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് സ്റ്റേജിൽ ഇതെന്തായിരുന്നു, ഇത് വീറ്റ് റെവല്യൂഷൻ മാത്രമായിരുന്നു. ആദ്യ ഘട്ടത്തിൽ ഇത് വെറും ഒരു ഗോതമ്പ് വിപ്ലവം മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി സബ്സിഡി. എന്താണ് സബ്സിഡി? സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ടു ഫാർമേഴ്സ് ത്രൂ ഗവൺമെന്റ് സ്പോൺസേർഡ് സപ്പോർട്ട് പ്രോഗ്രാംസ്. അതായത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളിലൂടെ കർഷകർക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് കാർഷിക സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി വേണം, സബ്സിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അതായത് കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഇത് സഹായിക്കുന്നു. സബ്സിഡീസ് എൻകറേജ് ഫാർമേഴ്സ് ടു ബൈ ആൻഡ് ടെസ്റ്റ് ന്യൂ ടെക്നോളജി. പുതിയ സാങ്കേതിക വിദ്യ വാങ്ങാനും അത് പരീക്ഷിക്കാനും സബ്സിഡി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു. Then it helps to increase agricultural produce. കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ it helps to overcome unexpected loss of farmers. കർഷകരുടെ അപ്രതീക്ഷിത നഷ്ടം മറികടക്കാൻ ഇത് സഹായിക്കുന്നു. സബ്സിഡീസ് ആർ ഹെൽപ്ഫുൾ ടു റെഡ്യൂസ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം കുറയ്ക്കാൻ സബ്സിഡി സഹായകമാണ്. എന്നാൽ സബ്സിഡി വേണ്ട എന്ന് പറഞ്ഞ് സബ്സിഡിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സും ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ദ ബെനിഫിറ്റ്സ് ഓഫ് സബ്സിഡീസ് ഹാഡ് ലാർജ്ലി ഗോൺ ടു റിച്ച് ഫാമേഴ്സ്. അതായത് സബ്സിഡിയുടെ പ്രയോജനം കൂടുതലും സമ്പന്ന കർഷകർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എ മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഗോസ് ടു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. അതായത് വളം സബ്സിഡിയുടെ ഭൂരിഭാഗവും രാസവള ഫാക്ടറികൾക്കാണ് ലഭിച്ചത്. വൺസ് ടെക്നോളജി ഈസ് അഡോപ്റ്റഡ് സബ്സിഡി നീഡ് നോട്ട് ടു ബി ഗിവൻ. അതായത് ഒരിക്കൽ സാങ്കേതിക വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി നൽകേണ്ടതില്ല എന്ന് പറയുന്നു. ക്രിയേറ്റഡ് ഹ്യൂജ് ഫിനാൻഷ്യൽ ബർഡൻ ടു ദ ഗവൺമെന്റ്. സർക്കാരിന് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. ഇറ്റ്സ് ബെനിഫിറ്റ് ഡിഡ്ന്റ് ഗോ ടു ദ ടാർഗറ്റ് ഗ്രൂപ്പ്. സബ്സിഡിയുടെ പ്രയോജനം ലക്ഷ്യ ഗ്രൂപ്പിലേക്ക് എത്തിയില്ല. ആർക്ക് വേണ്ടിയിട്ട് ആരെ ഉദ്ദേശിച്ചാണോ അത് ചെയ്യുന്നത് അത് അവരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. Then industry and trade. Industrial Policy Resolution 1956. അതായത് വ്യാവസായിക നയ പ്രമേയം IPR 1956. ഇതിന്റെ ഭാഗമായിട്ട് വ്യവസായങ്ങൾ മൂന്നായിട്ട് തരം തിരിച്ചു. ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സർക്കാരിന്റെ കീഴിലുള്ള കംപ്ലീറ്റ് ആയിട്ടും സർക്കാരിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ്, ദെൻ പ്രൈവറ്റ് സെക്ടറിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ്, ദെൻ പ്രൈവറ്റ് സെക്ടറും പബ്ലിക്കും ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഇൻഡസ്ട്രീസ്. അങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചത്. അടുത്തതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് കണ്ടെത്തിയത് കാർവേ കമ്മിറ്റിയാണ് 1955. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കുറഞ്ഞ മൂലധനം മതി. മോർ എംപ്ലോയ്മെന്റ്, കൂടുതൽ തൊഴിൽ ഇത് സൃഷ്ടിച്ചു. ദെൻ ലെസ് പൊല്യൂഷൻ, മലിനീകരണം കുറവാണ്. ദെൻ ലോക്കൽ റിസോഴ്സസ് ആണ്, പ്രാദേശിക വിഭവങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹെൽപ്സ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനത്തിന് ഇത് സഹായിക്കുന്നു. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ഗവൺമെന്റ്, സർക്കാരിന്റെ സാമ്പത്തിക ഭാരം ഇത് വർദ്ധിപ്പിച്ചു. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിന്റെ ചിലവ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. അഡ്വേഴ്സ്ലി അഫക്ട്സ് ലാർജ് ഇൻഡസ്ട്രീസ്, ഇത് വൻകിട വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ് ഫോർ എക്സസൈസ്, അതായത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുടെ ശരിയായ മാർക്കറ്റിംഗ് സൗകര്യങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് സൗകര്യങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിന്റെ പോരായ്മകൾ, ഡിമെറിറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ. അടുത്തതാണ് ട്രേഡ് പോളിസി. വ്യാപാര നയം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രേഡ് പോളിസി എന്ന് പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കുമതി സംസ്ഥാപനം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത സാധനമാണല്ലോ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ട, അങ്ങനെ ഇറക്കുമതി ചെയ്യേണ്ട, പകരം അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, ഇവിടെ ഉൽപ്പാദിപ്പിക്കുക, അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഇറക്കുമതി സംസ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് 2 മാർഗമാണ് സർക്കാർ തീരുമാനിച്ചത്. ഒന്ന് ടാരിഫും ഒന്ന് കോട്ടയും. ഒന്ന് ടാരിഫ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന ടാക്സ് കൂട്ടി, ഒത്തിരി ഇമ്പോർട്ട് ടാക്സ് ഒത്തിരി അങ്ങോട്ട് കൂട്ടി, അതാണ് ടാരിഫ് എന്ന് പറയുന്നത്.
ഇറക്കുമതിക്ക് ചുമത്തുന്ന തീരുവ കൂട്ടി. ദെൻ അടുത്തതാണ് കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട്. പണ്ടിപ്പോൾ നമുക്ക് 100 കിലോ എന്താണോ അത് 100 കിലോ ഇറക്കുമതി ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ 10 കിലോയേ പറ്റുള്ളൂ. അതായത് ക്വാണ്ടിറ്റി കുറച്ചു. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആണ്. അതായത് സാധനങ്ങളുടെ അളവിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പോൾ ട്രേഡ് പോളിസി ഏതൊക്കെയായിരുന്നു? ടാരിഫും കോട്ടയും ആയിരുന്നു. ഇനി അടുത്തതാണ് എഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇങ്ങനെ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നല്ലോ, ന്യൂ എക്കണോമിക് പോളിസി, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഒക്കെ കൊണ്ടുവന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോളിസി ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഒക്കെ വന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ള എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല എന്ന് പറയുന്നത് വളർച്ചയുണ്ടായി. 6% വളർച്ചയുണ്ടായി. ആ വ്യവസായ മേഖലയിൽ നിന്ന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടി. ഗ്രോത്ത് ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയ വ്യവസായങ്ങൾ വളർന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കം ഹൈലി ഡൈവേഴ്സിഫൈഡ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ വ്യാവസായിക മേഖല വൈവിധ്യപൂർണ്ണമായി തീർന്നു. ദെൻ ക്രിയേറ്റഡ് മെനി ഓൺടർപ്രണേഴ്സ് വിത്ത് സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ചെറുകിട വ്യവസായങ്ങളിലൂടെ അത് നിരവധി സംരംഭകരെ സൃഷ്ടിച്ചു. ജനറേറ്റഡ് മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിച്ചു. പക്ഷെ ഇതിന് കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു, ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. എന്താണ് ഡെഫിഷ്യൻസീസ്? സിസ്റ്റം ഓഫ് ലൈസൻസിങ് ക്രിയേറ്റഡ് ബ്യൂറോക്രസി ആൻഡ് കറപ്ഷൻ. അതായത് ലൈസൻസ് സംവിധാനം ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്കും അഴിമതിയിലേക്കും നയിച്ചു, ആ ലൈസൻസിങ് കൊണ്ടുവന്നതുകൊണ്ട്. സം ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. ചില ഇന്ത്യൻ നിർമ്മാതാക്കള് ആഭ്യന്തര ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തു. പബ്ലിക് സെക്ടർ ഫേംസ് ക്രിയേറ്റഡ് പബ്ലിക് സെക്ടർ മൊണോപ്പൊളി. അതായത് പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ ആ പൊതുമേഖലയുടെ ഒരു കുത്തക അവിടെ സൃഷ്ടിച്ചു. ദെൻ സം ഇൻഎഫിഷ്യന്റ് ഫേംസ് ടു അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് ചില കാര്യക്ഷമതയില്ലാത്ത സ്ഥാപനങ്ങൾ സർക്കാർ സംരക്ഷണത്തിന് മറവിൽ അനാവശ്യ മുതലെടുപ്പുകൾ നടത്തി. പബ്ലിക് സെക്ടർ എൻറ്റേർഡ് ഇൻ ടു അൺനെസസറി ഏരിയാസ് വേസ്റ്റിംഗ് പ്രഷ്യസ് റിസോഴ്സസ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനാവശ്യമായിട്ടുള്ള ഏരിയകളിലേക്ക് പ്രവേശിച്ചത് മൂലം വിലയേറിയ വിഭവങ്ങളൊക്കെ കുറെ അവർ പാഴാക്കി കളഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മൂന്നാമത്തെ പാഠം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. അതായത് ഒരു വിലയിരുത്തലാണ്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റീസൺസ് ഫോർ എക്കണോമിക് റീഫോംസ് 1991 എക്കണോമിക് റീഫോംസ് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ ദ കൺട്രി. രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത. ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഇൻ 1980s. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്. ഫോറിൻ എക്സ്ചേഞ്ച് വാസ് സ്പെൻഡ് ഓൺ മീറ്റിംഗ് കൺസംഷൻ നീഡ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കേണ്ടതാ. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? പലതരത്തിലുള്ള ഉപഭോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ നാണ്യ വരുമാനം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമാണ്. Then foreign exchange reserve declined to a level that was not adequate to finance import for more than 2 weeks. അതായത് വിദേശ നാണയം കരുതി വെക്കേണ്ടത് ആ കരുതലിന് എടുത്തിട്ടാണ് ഉപഭോഗത്തിന് എടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വിദേശ നാണയം കരുതലിന്റെ ശേഖരം കുറഞ്ഞു. അത് ഏത് ലെവലിലേക്ക് പോയി? കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് ഇറക്കുമതിക്കുള്ള വിദേശ നാണയം മാത്രമേ ഉണ്ടായിരുന്നു. അത്രയും ലെവലിലേക്ക് അത് കൂപ്പുകുത്തി എന്നുള്ളതാണ്. ദെൻ ഗൾഫ് യുദ്ധം, സ്ലോ ഗ്രോത്ത് ഓഫ് ദ എക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച. ദെൻ പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം. പ്രൈസ് റൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഇതൊക്കെ മൂലമാണ് എന്ത് കൊണ്ടുവരേണ്ടി വന്നത്? അങ്ങനെ സമ്പദ്ഘടന ആകെ താറുമാറായിരിക്കുന്ന സിറ്റുവേഷനിലാണ് 1991 എക്കണോമിക് റീഫോംസ് കൊണ്ടുവരുന്നത്. ന്യൂ എക്കണോമിക് പോളിസി അഥവാ നൂതന സാമ്പത്തിക നയം NEP 1991. അതിന്റെ ഭാഗമായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഗവൺമെന്റ് ഇതിന്റെ പരിപാടി അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അഥവാ സുസ്ഥിരവൽക്കരണ നടപടികൾ. അതെന്ന് പറയുന്നത് എന്തായിരുന്നു? ഷോർട്ട് ടൈം മെഷേഴ്സാ. ഷോർട്ട് ടൈം മെഷേഴ്സ് എന്ന് വെച്ചാൽ ഹ്രസ്വകാല നടപടി, കുറച്ച് നാൾ കൊണ്ട്, വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രശ്നങ്ങൾ, അടവ് ശിഷ്ട പ്രതിസന്ധി, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ആ ഒരു പ്രതിസന്ധി പരിഹരിക്കുക. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഷോർട്ട് ടൈം മെഷേഴ്സ്
ഹ്രസ്വകാല നടപടികൾ കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ആണ്, സാപ്പ്. ഇത് ലോങ് ടേം ആണ്, അതായത് ഒരു ദീർഘകാലത്തേക്കുള്ളതാണ്. സമ്പദ്ഘടനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പലതരത്തിലുള്ള പോളിസീസ്, നയങ്ങൾ കൊണ്ടുവന്നു. അതിന് 3 ഹെഡാക്കി നമുക്ക് തരംതിരിക്കാം: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, പിന്നെ അതേപോലെ തന്നെ ഏതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇനി ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അതായത് വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ: ഇൻഡസ്ട്രിയൽ സെക്ടർ ഡീറെഗുലേറ്റഡ്, അതായത് വ്യവസായ മേഖല നിയന്ത്രണാതീതമാക്കി, അവിടുത്തെ റെസ്ട്രിക്ഷൻസ്, തടസ്സങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ്ഡ്, വ്യവസായ ലൈസൻസിങ് നിർത്തലാക്കി. ഓൺലി സം ഇൻഡസ്ട്രീസ് വെർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. അമെൻമെന്റ്സ് ഓഫ് MRTP ആൻഡ് ഫെറ ആക്ട്, അന്ന് നിലവിലുണ്ടായിരുന്ന ആക്ടുകളാണ്, നിയമങ്ങളാണ് MRTP, ഫെറ, അതിൽ ഭേദഗതി വരുത്തി. ഡി റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സെക്ടർ, ചെറുകിട വ്യവസായങ്ങൾക്ക് സംവരണം കൊടുത്തിരുന്നു. ആ സംവരണം എല്ലാം നിർത്താണ് പിന്നീട് ചെയ്തത്. ദെൻ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇത് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, പഠിക്കണം. ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ: ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്, അതായത് ബാങ്ക് ബ്രാഞ്ച് തുടങ്ങാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. റെഡ്യൂസ് ദ റോൾ ഓഫ് RBI ഓൺ ഫിനാൻഷ്യൽ സെക്ടർ, ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങൾ കുറവ് കൊണ്ടുവന്നു. ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് വർ അലൗഡ്, വിദേശ ബാങ്കുകളും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. CRR ആൻഡ് SLR റെഡ്യൂസ്, CRRും SLRും കുറച്ചു. ഇൻഷുറൻസ് സെക്ടർ പ്രൈവറ്റൈസ്ഡ്, ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. പ്രൊമോഷൻ ഓഫ് ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. അതായത് ഇവിടത്തെയൊക്കെ നിയമങ്ങളിൽ കുറച്ച് അയവ് വരുത്തി എന്നുള്ളതാണ്. ദെൻ അടുത്തതാണ് ടാക്സ് റീഫോംസ് എന്തൊക്കെ കൊണ്ടുവന്നു. നികുതി പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം കുറച്ചു. ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ് എല്ലാം കുറച്ചു. അതായത് ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവ കുറച്ചു. 2017 GST കൊണ്ടുവന്നു. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഡിവാല്യൂഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി, അതായത് സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വാസ് റീപ്ലേസ്ഡ് ബൈ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അന്ന് നിലനിരുന്നത് വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വിനിമയ നിരക്കായിരുന്നു, ഫിക്സഡ് ആയിരുന്നു. അതിന് പകരം അത് മാറ്റി ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് നിലവിൽ കൊണ്ടുവന്നു. ഇത് നിങ്ങൾ +2 പഠിക്കും കേട്ടോ. ദെൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്, അതായത് വ്യാപാര നിക്ഷേപ നയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വിക്ഷേപന പരിഷ്കാരങ്ങൾ. അതിലൊന്ന് വന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്. നമ്മൾ നേരത്തെ കോട്ട പറഞ്ഞല്ലോ, ആ കോട്ട എന്ന് പറയുന്നത്, അതായത് പരിണാത്മക അളവ്, ഇറക്കുമതിയുടെ പരിണാത്മക അളവ് എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു. റിഡക്ഷൻ ഓഫ് ടാരിഫ് റേറ്റ്, ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്, അതായത് ഇറക്കുമതി ടാരിഫ് ഉണ്ടല്ലോ, അതിൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് കുറച്ചു. എക്സ്പോർട്ട് ഡ്യൂട്ടി റിമൂവ് ചെയ്തു, അതായത് കയറ്റുമതിയിൽ കൊടുക്കേണ്ട നികുതി ഇല്ലാതെയാക്കി. അടുത്തതാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് ഗവൺമെന്റ് ഫ്രം ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ആദ്യത്തേത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് സർക്കാർ പിൻവലിച്ചു. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിച്ചു. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? ആ PSUs നന്നായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക, അതിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. ദെൻ ഹെൽപ്പ് ടു എനേബിൾ കമ്പനീസ് ടു റേസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം മാർക്കറ്റ്, വിപണികളിൽ നിന്ന് ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക, ഗവൺമെന്റ് ഇൻകം വർദ്ധിപ്പിക്കുക, FDI പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ കൊണ്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നത്. ദെൻ ഗ്ലോബലൈസേഷൻ മീൻസ് ഇന്റഗ്രേഷൻ ഓഫ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോക രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുക, ആ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ്? ക്ലോഷർ ഇന്റഗ്രേഷൻ ഓഫ് എക്കോണമീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം. ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് നോളജ്, സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം എന്നിവ ദേശീയ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒഴുകല്. എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്, അതാണ് കമ്പോള വികസനം. ട്രാൻസ്പോർട്ടേഷൻ
കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെ കമ്പോള വികസനം, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ പുറം വാങ്ങൽ അഥവാ പുറം കരാറ് നൽകൽ. സോ ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ് ആണ്. ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഔട്ട്കം ഇതാണ്. ഔട്ട്സോഴ്സിങ് കമ്പനി എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന്, വേറെ രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്ന് സ്ഥിരമായിട്ട് സർവീസസ് അവരെന്ത് ചെയ്യും? പറഞ്ഞ് ഒരു എമൗണ്ട് ഒക്കെ പറഞ്ഞ് ആ എമൗണ്ടിന് അവർ ചെയ്യിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗുഡ് ഡെസ്റ്റിനേഷൻ ആണ് ഔട്ട്സോഴ്സിങ്ങിന്. അതിൻ്റെ കാരണം ലോ വേജ് റേറ്റ്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന കുറഞ്ഞ കൂലി നിരക്ക്, പിന്നെ അതേപോലെ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, നൈപുണ്യമുള്ള തൊഴിലാളികൾ ഉള്ളതുകൊണ്ടും പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം, ബെറ്റർ ടൈം സോൺ, ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ടുള്ളത്. ഇനി WTO പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാട്ടിന് ശേഷം 1948 സ്ഥാപിതമായ ഗാട്ടിന് ശേഷം നിലവിൽ വരുന്നതാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒരു 4 ഉണ്ട്, പഠിക്കണം. പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക. റിമൂവ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഓൺ ട്രേഡ്, വ്യാപാര രംഗത്ത് നിൽക്കുന്ന ടാരിഫ് അതേപോലെ ടാരിഫ് ഇതര നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കുക. എൻകറേജ് മൾട്ടിലാറ്ററൽ ട്രേഡ്, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിംഗ് സർവീസസ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. ഇനി ഈ NEP ന്യൂ എക്കണോമിക് പോളിസി 1991 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? GDP എന്ന് പറയുന്നത് 5.7 നിന്ന് 7.6 ആയിട്ട് ഇൻക്രീസ് ആയി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടി, ഫോറിൻ എക്സ്ചേഞ്ച് കൂടി, എക്സ്പോർട്ട് കൂടി, പോവർട്ടി റേറ്റ് കുറഞ്ഞു. നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള ഗ്രോത്ത് വളരെ കുറവായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള ഗ്രോത്തും കുറവായിരുന്നു. ഇത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയത്, അതായത് ഇത് തൊഴിലൊന്നും സൃഷ്ടിച്ചില്ല, തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഫിസ്ക്കൽ പോളിസീസിലാണെന്നുണ്ടെങ്കിലും വിചാരിച്ച റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ദെൻ ചാപ്റ്റർ 4 പോവർട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. പോവർട്ടിയുടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പോവർട്ടിയുടെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. പോഷകാഹാരക്കുറവ്, മാൽന്യൂട്രീഷൻ, ഇല്ലിറ്ററസി അതായത് നിരക്ഷരത, ദെൻ സ്വന്തമായിട്ട് അസറ്റ്സ് ഒന്നും ഇല്ല, ആസ്തികളൊന്നും ഇല്ലാത്തത്, അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ, ഹൈ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് കൂടിയ മാതൃമരണ നിരക്ക്, ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടിയ ശിശു മരണ നിരക്ക്, നോ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ അതായത് വൈദ്യുതി, കുടിവെള്ള ശുചീകരണ സൗകര്യങ്ങളൊക്കെ ദൗർലഭ്യം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ദെൻ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് എടുത്തത് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അത് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. ദെൻ പോവർട്ടി, ദരിദ്രരെ പല രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത്. ഒന്ന് ക്രോണിക് പോവർട്ടി എന്ന് വെച്ചാൽ ദീർഘകാലമായിട്ടുള്ള ദരിദ്രരാണ്. അതിൽ വരുന്നത് നിത്യദരിദ്രർ, ഓൾവേസ് പോറും, യൂഷ്വലി പോർ, സാധാരണ ദരിദ്രരും. ദെൻ ട്രാൻസിയന്റ് പോറിൽ ക്ഷണികമായ ദരിദ്രർ, അതായത് ചേണിംഗ് പോർ, ഇടക്കാല ദരിദ്രരും, ഒക്കേഷണലി പോർ, യാദൃശിക ദരിദ്രരും ഉണ്ട്. പിന്നെ വരുന്നത് നോൺ പോർ, ദരിദ്രരല്ലാത്ത ആളുകൾ. ദെൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് കോസസ് ഓഫ് പോവർട്ടിയുടെ കാരണങ്ങൾ, സ്വന്തം അവരുടെ വരുമാനം ഇല്ലാത്തത്, ദെൻ ഇനീക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ, ദെൻ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം, കടം, സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തൽ, ഇതൊക്കെയാണ് പോവർട്ടിയുടെ കാരണങ്ങൾ. 8 മാർക്കിന് പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസും പോളിസീസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ മിസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ വരുന്നതാണ് റൂറൽ എംപ്ലോയ്മെന്റ്, REGP, PMRI, SJSRY, SGSY, JRY, NRY ഒക്കെ. പിന്നെ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, അതിൽ വരുന്നതാണ് NREGP, NFWP, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. പിന്നെ വരുന്ന ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അതിൽ വരുന്നതാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് സ്കീം, മിഡ് ഡേ മീൽ സ്കൂൾ, ഉച്ചഭക്ഷണ പദ്ധതി, അന്നപൂർണ്ണ, അന്ത്യോദയ, അന്യോജനയൊക്കെ. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ വരുന്നതാണ് ആം ആദ്മി ബീമ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന, അദാൽ പെൻഷൻ യോജന. എല്ലാത്തിനും പറ്റിയിട്ട് ഒരു സെന്റൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മതി കേട്ടോ.
പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അടുത്ത ചാപ്റ്ററാണ് ഇന്ത്യയിലെ മനുഷ്യ മൂലധന രൂപീകരണം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതിൽ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെ? ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള നിക്ഷേപം അല്ലെ. അതായത് നിരക്ഷരനായ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിനേക്കാളും ആ രാജ്യത്തിന് ഗുണമുള്ളത് വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ്. സോ അതാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തേത് ഹെൽത്ത്, ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയെക്കാളും ആരോഗ്യമുള്ള വ്യക്തിയാണ് ആ രാജ്യത്തിന് നല്ലതായിട്ടുള്ളത്, ഗുണകരമായിട്ടുള്ളതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. ഹെൽത്ത്, അപ്പോൾ ആരോഗ്യ മേഖലയിലുള്ള ചിലവുകൾ. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചിലവ് എന്താ? പ്രതിരോധ മരുന്നുകൾ, പ്രിവെന്റീവ് മെഡിസിൻസ്, രോഗശമന മരുന്നുകൾ, ക്യൂറേറ്റീവ് മെഡിസിൻ, സമൂഹ ഔഷധം, സോഷ്യൽ മെഡിസിൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വ സൗകര്യങ്ങളൊക്കെ. പിന്നെ ഓൺ ദി ജോബ് ട്രെയിനിങ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെയോ അല്ലെങ്കിൽ അതിന് പുറമേ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അതും അവരെ റിസോഴ്സ്ഫുൾ ആക്കി മാറ്റും അല്ലേ, ക്യാപിറ്റലാക്കി മാറ്റും, ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റും. മൈഗ്രേഷൻ, കുടിയേറ്റം, നമ്മുടെ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് ബെറ്റർ ജോബും സാലറിയൊക്കെ തേടി ആളുകൾ പോകുന്നത്. പിന്നെ ഇൻഫർമേഷൻ, വിവരങ്ങൾ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയണം, അതുപോലെ കാലാവസ്ഥയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അറിയണം. ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ സോഴ്സസ് വരുന്നത്. ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിമിലാരിറ്റീസ് പറയുകയാണെങ്കിൽ രണ്ടും ഇൻവെസ്റ്റ്മെന്റ് ഭാഗമായിട്ടാണ്. രണ്ടും സമയം പോകുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടും രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കും. രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസിമിലാരിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ, അതായത് ഭൗതിക മൂലധനം, ഫിസിക്കൽ ക്യാപിറ്റലും അതുപോലെ തന്നെ മനുഷ്യ മൂലധനം ഉണ്ടല്ലോ. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ടാൻജിബിൾ ആണ്, നമുക്ക് തൊടാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇൻടാൻജിബിൾ ആണ്, അത് അമൂർത്തമാണ്, തൊടാനോ കാണാനൊന്നും പറ്റില്ല. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ പറ്റില്ല. ഫിസിക്കൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കുറഞ്ഞു വരുന്നത്, പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ സമയം പോകുന്നതിനനുസരിച്ചിട്ടാണ് കുറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോഡീസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. NCERT, AICT ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിക്കണം. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ്, AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, UGC, ഈ മൂന്നെണ്ണം എഡ്യൂക്കേഷൻ രംഗത്തുള്ള റെഗുലേറ്ററി ബോഡീസ് ആണ്. അതേപോലത്തെ ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖലയിലുള്ള റെഗുലേറ്ററി ബോഡീസ് ആണ്. അത് പഠിക്കണം കേട്ടോ. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചാൽ മതി. ആറാമത്തെ പാഠമാണ് റൂറൽ ഡെവലപ്മെന്റ്. അഥവാ ഗ്രാമവികസനം. ഗ്രാമവികസനം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യണം, മനുഷ്യവിഭവങ്ങൾ ഡെവലപ്പ് ചെയ്യണം, മനുഷ്യവിഭവ വികസനം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ലിറ്ററസി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ജനറേഷൻ, സാക്ഷരത, വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണി, ലാൻഡ് റീഫോംസ്, ഭൂപരിഷ്കരണം, ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, ഗ്രാമപ്രദേശത്തെ ഉൽപാദനത്തെ സഹായിക്കുന്ന വിഭവങ്ങളുടെ വികസനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ഇംപ്രൂവ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക വിപണനം മെച്ചപ്പെടുത്തുക, പോവർട്ടി അലിവേഷൻ ആൻഡ് ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യണം. റൂറൽ ഡെവലപ്മെന്റിനുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോവർട്ടി എന്ന് വെച്ചാൽ എന്താണ്? മെയിനായിട്ട് പോവർട്ടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണ് അല്ലേ. ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഅഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, കാർഷിക മേഖലയെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഗ്രാമീണ മേഖലയിൽ വായ്പാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. 1969 14 കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്തു? ദേശസാൽക്കരിക്കപ്പെട്ടു, അതായത് നാഷണലൈസ് ചെയ്തു. 1982 നബാർഡ് സെറ്റപ്പ് ചെയ്തു. കോപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളെല്ലാം കൊണ്ടുവന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതായത് സ്വയം സഹകരണ സംഘങ്ങളെല്ലാം സ്ഥാപിതമായി. ഇനി അടുത്തതാണ് മൾട്ടി ഡയമെൻഷണൽ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്. ബഹുമുഖ ഗ്രാമീണ വായ്പാ സംവിധാനങ്ങൾ, പല പല സ്ഥാപനങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നബാർഡ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അഥവാ വാണിജ്യ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താ ചെയ്യുന്നത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ചെയ്യുന്നത് ചെറുകിട വായ്പകൾ കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആളുകളുടെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടുന്നു. അതിൽ മെമ്പേഴ്സിന് കുറഞ്ഞ നിരക്കിൽ, പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്നു. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്താണ്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്?
അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർഷിക വിപണനം എന്താണെന്നും അതേപോലെ തന്നെ അത് മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് എന്തൊക്കെ എടുത്തു എന്നുള്ളതും, ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനലും ഡൈവേഴ്സിഫിക്കേഷൻ ഫാമിംഗ് സെക്ടറും മിസ് കഴിഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 തിയറി ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. അതർ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്, അതായത് കൃഷി അല്ലാതെയുള്ള ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്, മറ്റ് ജീവിത ഉപാധികൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ഫാമേഴ്സ് ഓൺ അഗ്രികൾച്ചറൽ പ്രൈസസ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയെക്കുറിച്ച് കർഷകർക്ക് അറിവ് ലഭിക്കുന്നു. പിന്നെ ഇൻഫർമേഷൻ ഓൺ ഫെർട്ടിലിറ്റി ആൻഡ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ടു ഫാമേഴ്സ്, കാലാവസ്ഥ, മറ്റുള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ദെൻ ഇൻഫർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അറിവും ലഭിക്കുന്നു. ദെൻ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ജൈവകൃഷിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? അത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ സഹായിക്കുന്നു. ഓർഗാനിക് പ്രോഡക്റ്റിന് ഹൈ ഡിമാൻഡ് ആണത്, ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്, അതായത് പോഷകമൂല്യം കൂടുതലാണ്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്, ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. പക്ഷെ ഇതിന്റെ ഡിമാൻഡ്സ് പറഞ്ഞാൽ വിളവ് കുറവായിരിക്കും, പ്രൈസ് കൂടുതലായിരിക്കും, ഇതിന്റെ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. Then chapter 7 employment, growth, informalization and other issues. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ടത് ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ, സ്ത്രീകളുടെ എണ്ണം, ജോലി ചെയ്യുന്നവരിൽ സ്ത്രീകളുടെ എണ്ണം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഒന്ന് ലോ ലെവൽ ഓഫ് ലിറ്ററസി, സാക്ഷരത കുറവായത്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്തത്, അവസരങ്ങൾ കുറവായത്, ജോബ് സെക്യൂരിറ്റി ഇല്ലാത്തത്, അതായത് ജോലിയിൽ സ്ഥിരതയില്ലായ്മ, അതാണ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. വർക്കർ പാർട്ടിസിപ്പേഷൻ റേഷ്യോ കാണുന്ന ഇക്വേഷൻ വെറുതെ ഒന്ന് പഠിച്ചു വെക്കണേ. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇനി ടൈപ്സ് ഓഫ് വർക്കേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലാണുള്ളത്. റെഗുലർ സാലറീഡ് ഉണ്ട്, സ്ഥിര ശമ്പളക്കാരുണ്ട്, അത് സർക്കാർ, ഗവൺമെന്റ്, അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ. കാഷ്വൽ വർക്കേഴ്സ് ഉണ്ട്, അഥവാ കൂലി തൊഴിലാളികൾ, ദിവസ വേതനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവർ. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങി ജോലി ചെയ്യുന്നവർ, കട ഉടമകൾ, അതേപോലെ തന്നെ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ് ഒക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് അതിലുള്ളത്. ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നതിനുള്ള ഗുണം എന്താ? സാലറി കൂടുതലായിരിക്കും, നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും, പെൻഷൻ, PF, ഗ്രാറ്റുവിറ്റി പോലെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഗവൺമെന്റ് അതേപോലെ മറ്റ് വലിയ പ്രൈവറ്റ് സെക്ടർ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നതിലൂടെ. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറയുകയാണെങ്കിൽ 4 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാൽ പ്രകടമായ തൊഴിലില്ലായ്മ, അതായത് ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ വില്ലിംഗ് ആണ്, ബട്ട് നോട്ട് ഗെറ്റിംഗ് എനി വർക്ക് അറ്റ് നിലവിലുള്ള വേജ് റേറ്റിൽ അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. അടുത്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അഥവാ പ്രച്ഛന്ന തൊഴിലില്ലായ്മ, അതായത് ജോലി ചെയ്യുന്നതിന് ആവശ്യമായതിൽ അധികം പേര് ഒരു മേഖലയിൽ തൊഴിലെടുക്കുന്നു. ഇപ്പോൾ കാർഷിക മേഖലയിലൊക്കെ ആണെങ്കിൽ അത്രയും ആളുകളുടെ ആവശ്യമില്ലല്ലോ, പക്ഷെ എന്നാലും അതിൽ കൂടുതൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു, അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിസ്ഗൈസ്ഡ് ആണ്. ദെൻ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥക്കനുസരിച്ച് ചില പ്രത്യേക കാലം മാത്രം തൊഴിൽ ലഭിക്കും, ബാക്കിയുള്ള സമയങ്ങളിൽ ഇവർക്ക് തൊഴിലുണ്ടാവില്ല, അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ദെൻ ലാസ്റ്റ് വൺ ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ടെക്നോളജി വന്നത് മൂലം, ഇപ്പോൾ കൃഷിയിലൊക്കെ ഒരുപാട് ടെക്നോളജി വന്നല്ലോ, അപ്പോൾ അതൊക്കെ മൂലം തൊഴിലില്ലായ്മ വന്നതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കേട്ടോ. പിന്നെ ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞാൽ ന്യൂ എക്കണോമിക് പോളിസി 1992 കൊണ്ടുവന്നല്ലോ, 1992 കൊണ്ടുവന്നെങ്കിൽ പോലും അത് GDP കൂടിയെങ്കിലും അത് ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ല, അതിനെയാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ 8ാമത്തെ ചാപ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് 9ാമത്തെ ചാപ്റ്ററാണ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എൻവയോൺമെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പരിസ്ഥിതിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. പരിസ്ഥിതി ഫങ്ഷൻസ് പറഞ്ഞാൽ ആദ്യത്തേത് സപ്ലൈസ് റിസോഴ്സസ്, നമുക്ക് വേണ്ട വിഭവങ്ങൾ നൽകുന്നു. ബയോട്ടിക് ഉണ്ട്, പുതുക്കാവുന്നതും റിന്യൂവബിൾ, പുതുക്കാവുന്നതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കോൾ, പെട്രോൾ പോലെ പുതുക്കാൻ പറ്റാത്തതായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് തരുന്നു. അസിമുലേറ്റ്സ് വേസ്റ്റ്, പാഴ്വസ്തുക്കളെല്ലാം ദഹിപ്പിച്ച് മണ്ണാക്കി മാറ്റുന്നു. സസ്റ്റെയിൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. എസ്തെറ്റിക് സർവീസസ് ലൈക്ക് സീനറി, അതായത് ഭൂമിയിലെ സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പ്രകൃതിയിലേക്കാണ് പോകുന്നത്, അതാണ് ഭൂമിയുടെ മറ്റൊരു ഫംഗ്ഷൻ, എസ്തെറ്റിക് ഫംഗ്ഷൻ. പിന്നെ നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് പഠിക്കണം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല, അത് പ്രത്യേകിച്ച് പറയണല്ലോ, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്,
ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷൻ, ഫോസിൽ ഫ്യൂല് കത്തിക്കുന്നത്, കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും പുറത്തു വിടുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം ഒക്കെയാണ്. പിന്നെ ഓസോൺ ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ അളവ് കുറയുന്നതിനെയാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ വ്യവസായവൽക്കരണവും AC, ഫ്രിഡ്ജ് പോലെയുള്ള പുറന്തള്ളുന്ന CFC, HFC പ്രോഡക്ട്സ് ഒക്കെയാണ്. പിന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് വെച്ചാൽ മണ്ണിന്റെ അപജയത്തിന് കാരണം എന്താണ്? വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ, എൻക്രോച്ച്മെന്റ്, ഫോറസ്റ്റ് ലാൻഡ്, വനഭൂമിയുടെ കയ്യേറ്റം, പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, ക്ഷോഭങ്ങൾ, പിന്നെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഹെവി യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ കൊണ്ടാണ് ലാൻഡ് ഡിഗ്രഡേഷൻ സംഭവിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ്, ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ എന്താണ്? ധാരാളം പ്രകൃതി വിഭവങ്ങളുണ്ട്, ഒരുപാട് നദികളുണ്ട്, ലഷ് ഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്, ഒത്തിരി മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ട്, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ, ഒരുപാട് മലനിരകളൊക്കെ ഉണ്ട്, ബ്ലാക്ക് സോയിൽ ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഒക്കെ. ഈ ചിപ്കോ മൂവ്മെന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെൻറ്റൻസ് നോക്കിയാൽ മതി. ഹിമാലയ നിരകളിലെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുന്ദർലാൽ ബഹുഗുണ സ്ഥാപിച്ചതാണ് ചിപ്കോ പ്രസ്ഥാനം. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ജപ്പാനിലെ ക്യോട്ടോയിലാണ് ഇത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആഗോളതാപനം, ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ജപ്പാനിലെ ക്യോട്ടോയിൽ ചേർന്ന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അഥവാ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്താണ് 8 മാർക്കിന് ചോദിക്കും. അത് മിസ് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാട്ടോ, അത് ഇനി പിന്നെയും പറയുന്നില്ല. ലാസ്റ്റ് ചാപ്റ്റർ ആണ് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ്. അതിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951, ചൈന 53, പാകിസ്ഥാൻ 56. മെയിനായിട്ട് നമുക്കിവിടെ ചൈനയെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ചൈനയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃഷിക്ക് അവരൊരു കമ്മ്യൂൺ സിസ്റ്റമാണ്, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ രീതിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കൊണ്ടുവന്നത് 1958. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ കൊണ്ടുവന്നത് അന്ന് നിലനിന്നിരുന്ന കമ്മ്യൂൺ സിസ്റ്റം ഒഴിവാക്കിയിട്ട് പിന്നെ സിസ്റ്റം ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവന്നു. പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സിന് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്തു. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഫോം ചെയ്തു. ചൈന ഒറ്റക്കുട്ടി നയം അഡോപ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻഡ് മിക്സഡ് എക്കോണമി ആയിരുന്നു പാകിസ്ഥാൻ മുന്നോട്ടേക്ക് വെച്ച്. ഇന്ത്യയിലെ പോലെ തന്നെ മിക്സഡ് എക്കോണമി ആണ്. പിന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ ഇൻഡസ്ട്രീസിനെ നാഷണലൈസ് ചെയ്തു. 1980s പ്രൈവറ്റൈസേഷൻ അഡോപ്റ്റ് ചെയ്തു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്തു. ഡയറക്റ്റ് ടാക്സ് കുറച്ചു. ഇനി കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെയും കൂടി 3 രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാനെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ബർത്ത് റേറ്റ്, ജനസംഖ്യാ വളർച്ച നിരക്ക് പാകിസ്ഥാനിലാണ് കൂടുതലുള്ളത്. അതേസമയം ഡെൻസിറ്റി കൂടുതൽ ഇന്ത്യയിലാണ്, ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹൈ സെക്സ് റേഷ്യോ പാകിസ്ഥാനിലാണുള്ളത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് GDP ഗ്രോത്ത് റേറ്റ് കൂടുതൽ ചൈനയിലാണുള്ളത്. കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ കൃഷിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ദെൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് മാൽന്യൂട്രീഷൻ ഉള്ള ആളുകളുണ്ടായിരുന്നു. മരണ നിരക്ക് കൂടുതൽ പാകിസ്ഥാനിലായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് പഠിക്കുന്നത്. വീഡിയോ അവസാനം വരെ ആരൊക്കെ കണ്ടു എന്നൊന്ന് പറയണേ. കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എത്ര പേര് കണ്ടോന്ന് മിസ്സിന് അറിയില്ല. അപ്പം നിങ്ങൾ അതൊന്ന് പറയാം അവസാനം വരെ എത്ര പേര് കണ്ടു എന്നുള്ളത്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഫുൾ വീഡിയോ വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.